ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും ഒരു ഓണക്കാലം കൂടി വരവായി. നാളെ അത്തമുദിക്കും. ഓണക്കാലത്തിന്റെ കേളികെട്ട് ഉണർത്തിയ അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത്. അത്തം പിറക്കുന്നതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു. ഇത്തവണ ചിങ്ങത്തിൽ 2 തിരുവോണവും അത്തവും ഉണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. വ്യാഴവും വെള്ളിയും അത്തമാണ്. ചതുർത്ഥിക്ക് തൊട്ടു മുമ്പുള്ള ദിവസമാണ് അത്തമായി കണക്കാക്കുന്നത്. ശനി ചതുർത്ഥി ആയതിനാൽ വെള്ളിയാഴ്ചയാവും ഇത്തവണ അത്താഘോഷം. 10-ാം നാൾ തിരുവോണവും. 14-നാണ് ഉത്രാടം, 15-ന് തിരുവോണം. ശ്രാവണത്തിലെ പൗർണമി ചേർന്ന തിരുവോണം ചിങ്ങപ്പിറവിക്ക് പിന്നാലെ വന്നെങ്കിലും 2ാമത്തെ തിരുവോണമാണ് ആഘോഷത്തിനായി എടുക്കുന്നത്. വെള്ളി മുതൽ 10 ദിനം ഇനി വീടുകളിൽ പൂക്കളങ്ങൾ ഇട്ടു തുടങ്ങും. പൂക്കളങ്ങളും ആർപ്പോവിളികളും പുലികളുമായി ആഘോഷം കെങ്കേമമാക്കാൻ നാടൊരുങ്ങി. എല്ലായിടത്തും ഓണവിപണികൾ ഉണർന്നിട്ടുണ്ട്. നാടും നഗരവും ആഘോഷത്തിനുള്ള ഒരുക്കത്തിലായി. വിവിധ സ്ഥാപനങ്ങളുടെ ഓണച്ചന്തകൾ പലതും ഇന്നു മുതൽ സജീവമാകും. വസ്ത്രശാലകൾ, ജ്വല്ലറികൾ, ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവയും ഓണത്തിന് പ്രത്യേക വിലക്കിഴിവ് അറിയിച്ചിട്ടുണ്ട്. വേനലിലും പിന്നീട് മഴയിലും അമർന്ന ടൂറിസം മേഖലയും ഓണക്കാലത്തെ പ്രത്യാശയോടെയാണ് കാണുന്നത്. ഒരാഴ്ച നീളുന്ന ഓണാവധി കുടുംബങ്ങളുടെയും അസോസിയേഷനുകളുടെയും സന്തോഷകാലമാകും. ഓണത്തെ വരവേൽക്കാൻ മലയാളിക്കൊപ്പം അയൽപ്പക്കത്തെ കാർഷിക മേഖലയും തയ്യാറെടുത്തു. പച്ചക്കറിയും നേന്ത്രക്കായും വാഴയിലയും തിരുനെൽവേലി, നാഗർകോവിൽ, വള്ളിയൂർ വിപണികളിൽ നിന്നും എത്തി തുടങ്ങി.